ടീമേ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. തൃശ്ശൂർ എപ്പോഴും വരുന്ന സ്ഥലമാണ് അല്ലേ? അപ്പൊ തൃശ്ശൂർ ഇന്ന് വന്നേക്കും സാധാരണ ഉദ്ഘാടനത്തിനും മറ്റുള്ള പരിപാടിക്കൊക്കെയാണ്. ഇന്ന് നമ്മുടെ സുഹൃത്തിന്റെ സിനിമയുടെ പൂജയൊക്കെ വന്നേക്കുന്ന ഒരു കാര്യം മറന്നു ഞാൻ. ഒരാളുടെ പേര് ഞാൻ പഠിച്ചു വെച്ചിരുന്നേ, ദക്ഷൻ സാറ്. എന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ മറക്കൂല. പുള്ളിയാണ് അതിഥി. ഞാൻ പുള്ളിനെ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് തന്നെ പുള്ളിക്ക് വേണ്ടിയാണ് നമ്മളിത് വെയിറ്റ് ചെയ്തത്. വളരെ സന്തോഷം. പിന്നെ സിനിമ അങ്ങനെ അധികം ഇപ്പൊ ചെയ്യാറില്ല. ഞാൻ 9 വർഷം മുമ്പാണെങ്കിൽ ഞാനില്ലാത്ത സിനിമയില്ലായിരുന്നു. എല്ലാ സിനിമയിലും ഒരു തല്ലുപൊളി, ഒരു ഗുണ്ട ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 100 മേലിൽ സിനിമകളിൽ ഗുണ്ടയായിട്ട് ആദ്യകാലങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെനിക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും മാത്രം അറിയാൻ പോകുള്ളൂ സിനിമയിൽ ഞാനുണ്ടെന്ന്. അങ്ങനെ മിഞ്ഞിപ്പോണ വേഷമൊക്കെ ആയിക്കോളൂ. അങ്ങനെ വർക്കൊക്കെ അറിയാലോ, ടൈലിനോടെയൊക്കെ വന്ന സമയത്ത് ഞാൻ ഈ പൂജ കാണുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 വർഷം മുമ്പാണെങ്കിൽ എറണാകുളത്ത് എവിടെ പൂജ നടന്നാലും ടൈൽസിന്റെ പണി അന്ന് പണിക്ക് പോകില്ല, പൂജക്ക് പോകുള്ളൂ. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകും. ഞാനിതൊരു കസേരയിൽ വരുന്നില്ല. പൂജക്ക് വേണ്ടി ഏറ്റവും ബേക്കിലെ വഴിക്കുള്ളൂ. പേടിയാണ് അതിലിരിക്കാൻ. ഞാനെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ അന്ന് പൂജക്ക് പോയപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഞാൻ ചോദിക്കാൻ വേണ്ടി വരുവായിരുന്നു. ഇതുപോലെ ഇടയിൽ ആരും അറിയാത്ത രീതിയിൽ കസേരയിലിരിക്കുവായിരുന്നു. പിന്നീട് പൂജ നടന്ന ശേഷം അതുപോലെ ഡയറക്ടർമാരോട് ചാൻസ് വയ്ക്കും. കൊച്ചു കൊച്ചു ചാൻസുകൾ ഡയലോഗ് ഇല്ലാതെ കിട്ടും. അതിൽ നിന്ന് നമ്മൾ പെർഫോമൻസ് വർദ്ധിപ്പിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരുപാട് നായകന്മാരെ കാണുന്നത്. ലുക്മാൻ ലുക്കു, സുധീകോപ്പ, അങ്ങനെ നമ്മൾ എണ്ണം പറയാനാണെങ്കിൽ 10-20ഓളം ആർട്ടിസ്റ്റുകൾ ഇതുപോലെ പൂജയിൽ വന്ന് ചാൻസ് ചോദിച്ച് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത ആണ് താരമായേക്കുന്നത്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. അപ്പൊ നിങ്ങളിപ്പോ ഇന്ന് പൂജക്ക് വന്നിരിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സിനിമയിൽ അഭിനയിക്കാനും ടെക്നീഷ്യൻ സൈഡിലൊക്കെ വർക്ക് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതിലും പ്രയത്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അല്ലേ. എന്നെ വളർത്തിയത് സിനിമാക്കാരല്ല, എന്നെ വളർത്തിയത് സോഷ്യൽ മീഡിയയില സാധാരണ ജനങ്ങളാണ്. അപ്പോൾ വളരെ സന്തോഷമാണ്. സിനിമകൾ ചെയ്യാൻ ഭയങ്കര കുറവാണ്. സിനിമ എന്നെ പോലത്തെ ആൾക്ക് ഇപ്പോഴും ചാൻസ് ചോദിച്ചാൽ മാത്രമേ സിനിമയുള്ളൂ. അറിയാലോ, സിനിമയിൽ എന്തെങ്കിലും വലിയൊരു ക്യാരക്ടർ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് സിനിമാക്കാർക്ക് നമ്മുടെ ആവശ്യം ഉണ്ടാവുള്ളൂ. അത്രത്തോളം കാലം മമ്മൂക്കാലൊന്നുമല്ല നമ്മളെപ്പോഴും വിളിച്ചിരിക്കണം. മമ്മൂക്ക പോലും വിളിക്കണമെന്ന് നല്ല വലിയ ഡയറക്ടർമാരെയൊക്കെ. ഞാൻ ചെയ്യാത്തതും അത് തന്നെയാണ്. ഡയറക്ടർമാരെയൊക്കെ ഒന്നും വിളിക്കാറില്ല. സിനിമകൾ ചെയ്യുന്നത് കുറവാണ്. എൻ്റെ കൂട്ടുകാരനാണ് ഈ സിനിമ ചെയ്യുന്നത്. ഹുസൈൻ റോണി, കള്ളന്മാരുടെ വീട് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരുമിച്ച് ചെയ്തതാണ്.